ഹലോ ഫ്രം മുംബൈ. അങ്ങനെ നാട്ടിൽ നിന്നും മുംബൈയിലെത്തിയിട്ടുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ. ഓൾറെഡി ഫ്ലൈറ്റൊക്കെ ലേറ്റായി. നമ്മൾ രാത്രി കുറച്ചധികം നേരമായി നമ്മൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. വൈകുന്നേരം 5:30 ആകുമ്പോഴേക്കും വീട്ടിലെത്തേണ്ട നമ്മളാണ്. അപ്പോൾ ഞാൻ വന്ന ഉടനെ തന്നെ ഫുള്ള് അൺപാക്ക് ചെയ്യുകയാണ് കുറേ സാധനങ്ങൾ. കാരണം കുറേ ഫുഡ് ഐറ്റംസ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ പകുതിയും ഫ്രിഡ്ജിൽ വെക്കാനുള്ളതായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആവട്ടെ എന്ന് വിചാരിച്ചാൽ ഈ കഷ്ടപ്പെട്ട് അവർ കൊടുത്തയച്ചതെല്ലാം അതും വെറുതെ ആവുമല്ലോ. പിന്നെ അത് മാത്രമല്ല, രാത്രി കഴിക്കാനുള്ള ചോറും മീൻ വറുത്തതും സംഭവങ്ങളൊക്കെ ഓൾറെഡി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ. അപ്പോൾ പിന്നെ അതാകുമ്പോൾ ആ ഒരു കാര്യത്തിൽ സുഖമായി. രാത്രി വന്നിട്ട് പിന്നെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. മത്തി വറുത്തതൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കായവറുത്ത ശർക്കരപ്പേരിയൊക്കെ പിറന്നാളിൻ്റെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ചക്കപ്പം, അട, അച്ചാറുകൾ, കുറേ സാധനങ്ങൾ രണ്ട് വീട്ടിൽ നിന്നും ഒരു ലോഡ് സാധനങ്ങൾ തന്നെ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കറക്റ്റ് സ്ഥലത്തേക്ക് വെച്ച് പിന്നെ പെട്ടി അന്നേ ദിവസം തന്നെ അൺപാക്ക് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ബാക്കി ഡ്രസ്സുകളൊക്കെ ഞാൻ മെല്ലെ മെല്ലെ ഓരോ ദിവസങ്ങളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ബേക്കറിയിൽ നിന്ന് വന്ന കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ഒന്ന് സെറ്റായിട്ട് വരാം. ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മുംബൈ കിച്ചൺ. ഇവിടെ വന്നാൽ ഇതിൻ്റെ ഉള്ളിലുള്ള പരിപാടികൾ തന്നെയല്ലേ. അങ്ങനെ നമ്മൾ ഇതേ മുംബൈയിലെത്തിയിട്ട് സത്യം പറഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് മേലെയായി കേട്ടോ. പക്ഷെ ഒരു ജഗ പുകയായ കാരണം വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഇന്ന് വീക്കെൻഡാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയുക, സ്വീറ്റ് പൊട്ടറ്റോ കൂട്ടാനും ഇഷ്ടവും അതുപോലെ ദോശയും ഇവിടുത്തെ എല്ലാവരുടെയും ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പിറന്നാളും നമ്മുടെ തീർത്ഥാടന യാത്രയും ഒക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായി. ആകെ 5 ദിവസം നാട്ടിലുണ്ടായുള്ളൂ വെച്ചാലും 5 ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തോന്നി. കാരണം ഒരു ദിവസം പോലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരുന്നിട്ടില്ല. ഫുള്ള് കറക്കവും ഫുള്ള് കാര്യങ്ങൾ പ്രോഗ്രാംസ് ആയതുകൊണ്ടേ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ആകെ ഒരു മൂഡ് ഓഫ് ആയി. പക്ഷെ ഒരു 1 വീക്കിൽ ഇതാ ബാക്ക് ടു ആയി. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ബിസി ആയിരുന്നു. മിത്തുകുട്ടിക്ക് സ്കൂള്, രമേശേട്ടന് ഓഫീസ്, ആകെ ജഗ പുക കാര്യങ്ങളായതുകൊണ്ട് ഒരാഴ്ചയായിട്ട് വീഡിയോ കൊടുത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഒക്കെ എടുക്കാം എന്നുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ അവിടുത്തെ പിറന്നാളുകൾക്കൊക്കെ ഇഡ്ഡലിയും ഇഷ്ടമാവും. ഇപ്രാവശ്യം അമ്മയുടെ പിറന്നാളിൽ നിന്ന് രാവിലെയും അത് മുടക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് സ്വീറ്റ് പൊട്ടറ്റോൻ്റെ ഇഷ്ടമാണ് കേട്ടോ. സ്റ്റ്യൂ നല്ല ടേസ്റ്റാണ്. മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ശരിക്കും പൊട്ടറ്റോൻ്റെ സ്റ്റ്യൂ ആണ് രസം. പക്ഷെ സ്വീറ്റ് പൊട്ടറ്റോ നല്ലതാണ്, ഹെൽത്തി ആണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ എന്നും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചട്നി മിത്തുകുട്ടിക്ക് ഇഷ്ടമല്ല. ഒരു ദിവസമൊക്കെ കഴിക്കും, രണ്ടാമത്തെ ദിവസം അമ്മയ്ക്ക് എന്നും ചട്നി ഉള്ളൂ പറയും. അല്ലെങ്കിൽ പിന്നെ സാമ്പാർ. പക്ഷെ എനിക്ക് സാമ്പാർ എപ്പോഴും ഈ മസാല അരച്ച സാമ്പാറിനേക്കാളും ഒരു സുഖമായിട്ട് തോന്നാറ് ഈ സ്റ്റൂ ആണ്. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ എപ്പോഴും ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണ കാരണം കുറച്ച് നല്ലതല്ലേ, ഹൈ ഫൈബറൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ മാക്സിമം അത് ഇങ്ങനെ എന്തെങ്കിലും രീതിയിലൊക്കെ വെക്കാൻ നോക്കും. ഇതിൻ്റെ ചാട്ടും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, സ്വീറ്റ് പൊട്ടറ്റോ ചാട്ട്. ഇവിടെ ഇപ്പം അത്യാവശ്യം തണുപ്പൊക്കെ തുടങ്ങി. ചില ദിവസം രാത്രി നല്ല തണുപ്പായിരിക്കും. അങ്ങനെ ഇന്നലെ രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ തണുപ്പ് വന്നിട്ടും പോയിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയണ പോലെ ഒരാഴ്ച ഒരു വല്ലാത്ത സങ്കടമാണ്. അതിൽ വരുമ്പോൾ അത്ര ഫീൽ ചെയ്യാറില്ല കേട്ടോ. പക്ഷെ വന്ന നെക്സ്റ്റ് ഡേ ആണ് അതിഭീകരമായിട്ട് ഫീൽ ചെയ്യുക. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. കാരണം എനിക്ക് ആ വരുന്ന സമയത്ത് ഞാൻ അത്ര എക്സ്പ്രസീവ് ഒന്നും ആവാറില്ല. നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാൻ പറയാം. കാരണം എനിക്ക് ഓക്കെയാണ്, ഞാൻ ഇവിടെ വന്നാലും പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആരെങ്കിലും പോകണം ആ ദിവസം എനിക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. ആ നെക്സ്റ്റ് ഡേ ആണ് നമുക്ക് ആ ശൂന്യത ഫീൽ ചെയ്യുക. കാരണം അയ്യോ, ഈ സമയത്ത് അവിടെ ആണെങ്കിൽ എന്ത് രസമായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. ഞാൻ ഒരാഴ്ചയോളം അത് തന്നെ പറഞ്ഞിട്ട്, കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ അമ്മയുടെ പിറന്നാളായിരുന്നു, പിന്നെ അതിൻ്റെ ദിവസം പഴനിയായിരുന്നു, രാമേശ്വരം, അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു 1 വീക്ക്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മിത്തുകുട്ടിക്ക് ബോറടിച്ച് തുടങ്ങി. മതി അമ്മ ഈ പറഞ്ഞത് കാരണം കുട്ടികൾക്ക് നെക്സ്റ്റ് ഡേ സ്കൂളൊക്കെ ആകുമ്പോൾ രമേശേട്ടനാണെങ്കിലും ഓഫീസിൽ പോകുന്നതോടുകൂടി അതങ്ങോട്ട് സെറ്റാവും. അപ്പം ഞാനാണെങ്കിൽ നാട്ടിൽ നിന്ന് കുറച്ചധികം ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ശരിക്കും എൻ്റെ ഫ്രണ്ട്സിനും കൂടെ ആലോചിച്ചിട്ടാണ്. അപ്പോൾ അവർ കുറേ ആയല്ലോ നാട്ടിലൊക്കെ പോയിട്ട്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ. അപ്പോൾ അവരെ ഒരു ദിവസം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് കൊണ്ടുവരാൻ, അതായത് നമുക്ക് ഉണ്ടാക്കാനും അങ്ങനെ പോട്ടലൊക്കെ പോലെയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുമ്പോഴാണ് ഒരു സമാധാനം കേട്ടോ. കാരണം അവരുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എന്താ ഒരു റിലാക്സും കാര്യങ്ങളൊക്കെയാണ്. ഫ്രണ്ട്സും കൂടി ഇല്ലാത്തൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. പിന്നെ മുംബൈ ഓൾവേസ് ഒരു ബിസി ഇതായ കാരണം നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവും എന്നുള്ളത് കൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. എന്നാലും 2 ദിവസം എടുക്കും അല്ലേ. അങ്ങനെ പറഞ്ഞ് ഞാൻ എൻ്റെ ദോശയും നല്ല അടിപൊളി സ്വീറ്റ് പൊട്ടറ്റോ സ്റ്റ്യൂവും റെഡിയായി കേട്ടോ. ഇഷ്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് കുറച്ച് ക്ലീനിങ്ങും പരിപാടികളും ഒക്കെ ആയിരുന്നു. എത്രയായാലും നമ്മൾ കുറച്ച് ദിവസത്തേക്ക് പോവുകയാണെങ്കിൽ
എന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ചെടികളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, ചെടിയൊക്കെ ഒന്ന് ഇങ്ങനെ ഉഷാറില്ലാതെ നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ. അതേപോലെ തന്നെ ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വരുമ്പോഴേക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ 1-2 പ്രോഗ്രാംസ് ഒക്കെ നമുക്കൊന്ന് മിസ്സായി. ഐ മീൻ പങ്കെടുക്കാൻ പറ്റാതെ ഒരു പ്രാക്ടീസിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ആയ കാരണം ഞാനിപ്പോൾ കാണിച്ചു തരട്ടെ നമ്മളെ പോകുന്ന പ്രോഗ്രാമും അതൊക്കെ നമ്മൾ പെർഫോം ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അതൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇനിയിപ്പോൾ മണ്ഡലകാലം തുടങ്ങായി. മണ്ഡലകാലം ഇപ്പോൾ തന്നെ വീഡിയോ ഇടുമ്പോഴേക്കും ചിലപ്പോൾ തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ വൃശ്ചിക മാസം തുടങ്ങായി. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അമ്പലത്തിലൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ കാലമായി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രോപ്പർ ഡാൻസും കാര്യങ്ങളൊക്കെ. ഈവൻ റീൽസ് പോലും അങ്ങനെ ഡാൻസ് എടുക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയൂ കേട്ടോ. ഡാൻസ് വീഡിയോസൊക്കെ കുറേ പണ്ട് ഭയങ്കര ഒരു പ്രാന്തായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ തിരക്കിൻ്റെ ഇടയിൽ ശരിക്കും അത് മിസ്സാവുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതിന് പ്രയോറിറ്റി കൊടുക്കണില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായിരിക്കും സത്യം. പക്ഷെ അതൊന്ന് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട് രണ്ടാമതും. ഇപ്പോൾ ദേഹം പോലും അങ്ങനെ വഴങ്ങാത്ത പോലെ ആയോ എന്ന് എനിക്കിങ്ങനെ പേടിയായി തുടങ്ങാം. അങ്ങനെ ഒരു ഡാൻസും കാര്യങ്ങളൊന്നും പ്രോപ്പറായി ചെയ്യില്ല. കഴിഞ്ഞ വർഷം ചെയ്തതാണ്, അതിൻ്റെ ശേഷം ഇങ്ങനെ ചെയ്തില്ല. അപ്പോൾ അതൊന്ന് പൊടി തട്ടി എടുക്കണം. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ വരുമ്പോഴേക്കും കുറേ കാര്യങ്ങൾ ഈ വർഷം തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും കുറച്ച് ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയും ദിവസമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നാണ് ഇപ്പം ഞാനതൊക്കെ ഒന്ന് അൺപാക്ക് ചെയ്തിട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അതിൽ ഒരു ഡ്രസ്സ് ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ഈ ഡ്രസ്സ് കണ്ടുകൊണ്ട് തന്നെ ചോദിക്കും ഇതിൻ്റെ ലിങ്ക് എവിടെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇതെല്ലാം ആമസോണിന്നാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ, ഇതിൻ്റെ കൂടെ 5 എണ്ണം കൂടെ വരുന്നുണ്ട്. 6ഉം ഒരേ പാറ്റേൺ അല്ല കേട്ടോ. ഇപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ഒരു ബ്ലാക്ക് വരുന്നുണ്ട്. അതിൻ്റെ തന്നെ പല ടൈപ്പ് ഓഫ് ഉണ്ട്. ഞാൻ എടുത്തത് ഈ ഒരു സംഭവം. അപ്പോൾ ഈ ഒരു സൈസ് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള എൻ്റെ സൈസിന്റെ ബാക്കിയുള്ള ചുരിദാറുകൾക്ക് എൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ തടി കൂടിയ കാരണം എല്ലാണ്. എൻ്റെ M ആണ് ആക്ച്വലി. പക്ഷെ ഇപ്പം ഞാൻ എല്ലാം എടുക്കാറ്. പക്ഷെ ഞാൻ എന്തായാലും ന്യൂ ഇയർ ആകുമ്പോഴേക്കും തിരിച്ച് M-ലേക്ക് തന്നെ വരും. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മളിപ്പോൾ നോർമലി നമ്മളിപ്പോൾ M ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു സൈസ് എക്സ്ട്രാ എടുക്കുകയായിരിക്കും ഇത് നല്ലത്. ഇനിയിപ്പോൾ ഞാൻ തടി കൂടിയോണ്ട് എനിക്ക് ഫീൽ ചെയ്യണതാണോ എന്ന് എനിക്കറിയില്ല. അതായത് ഇപ്പോൾ എല്ലാണെങ്കിൽ ഒരു XL എടുക്കുകയായിരിക്കും കുറച്ചും കൂടെ സുഖമായിട്ട് നല്ലത് എന്ന് എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നു. ഈ ഒരു ഇതിൻ്റെ ബ്രാൻഡിൻ്റെ മാത്രം, ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷെ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് L തന്നെയാണ്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ കൈ ഒരിത്തിരി ടൈറ്റ്. അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ വണ്ണത്തിൻ്റെ പ്രശ്നമായിരിക്കും ചിലപ്പോൾ. കാരണം ഞാൻ തടിക്കുമ്പോൾ പെട്ടെന്ന് കൈയൊക്കെയാണ് ആദ്യം തടിക്കുക. അപ്പോൾ അതായിരിക്കും. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അങ്ങനെ കോമ്പോയിൽ പല തരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓക്കെ എന്ന് തോന്നിയതാണ് ഞാൻ. ഇത് ഡെയിലി വേറെ നമുക്ക് വീട്ടിലിടാം, ഓഫീസിലേക്കൊക്കെ വേണമെങ്കിൽ ഇടാം. കോളേജിൽ പോകുന്നവർക്ക് നല്ലതാണ്. കാരണം എന്നും ഇങ്ങനെ ഇടണമെങ്കിൽ അധികം വിലയൊന്നുമില്ലല്ലോ. ഒരേപോലത്തെ പ്രിന്റ് വരുന്ന അങ്ങനെ ഒരേപോലത്തെ പ്രിന്റ് കളർ ചേഞ്ച് വരുന്ന 2 ആയിട്ടാണ് കേട്ടോ. ഇത് നെക്സ്റ്റ് വൺ ഒരു ബ്ലൂ വരുന്നുണ്ട്. ഒരു 3/4 സ്ലീവ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. സ്ലിറ്റും ഉണ്ട്. ഈ 2 ഒരേ പ്രിന്റും ഒരേ കളറും. പിന്നെ ഇങ്ങനത്തെ ഒരേ പ്രിന്റ് വേറെ കളർ. നോർമൽ സിമ്പിൾ കുർത്ത. ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത്. അങ്ങനെ 6 കേട്ടോ വരുന്നത്. പിന്നെ ഞാനൊരു ബ്യൂട്ടിഫുൾ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് എന്താ അതിൻ്റെ കളർ അല്ലേ, എന്തൊരു ഭംഗിയുള്ള പച്ച നോക്കിയേ. ഇതിന് ഒരു പാൻറ്റും ഉണ്ട്, ലേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഈ ഒരു ലേസ് പോലത്തെ വർക്കാണ് നെക്കിൻ്റെ അവിടെ വരുന്നുണ്ട്. സ്ലീവ്സിൻ്റെ അറ്റത്തും 3/4 സ്ലീവ്സ് ആണ്. അടുത്തതും ഒരു ഫുൾ കോട്ടൺ, പ്യോർ കോട്ടൻ്റെ സെറ്റാണ്. പാൻറ്റും ദുപ്പട്ടയും അതുപോലെ തന്നെ ടോപ്പും വരുന്നത്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല, ഇത് വന്ന് കിടക്കുന്നതായിരുന്നു, ഇപ്പോഴാണ് നോക്കണത്. ഇത് നല്ല കംഫർട്ട്, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ അമ്മയ്ക്കൊക്കെ അമ്മ എപ്പോഴും ഇങ്ങനെ പറയും, ഇങ്ങനത്തെ ഒരു ഫുൾ സെറ്റുള്ള കുർത്തകൾ ഉണ്ടെങ്കിൽ നോക്കിയിരിക്കുന്ന അമ്മ എപ്പോഴും. അപ്പോൾ ഇതും ഈ പ്യോർ കോട്ടൺ ഇഷ്ടമുള്ള ആളുകൾക്ക് തീർച്ചയായും വാങ്ങിക്കാം. നിങ്ങൾക്ക് അമ്മമാർക്കൊക്കെ വാങ്ങിക്കൊടുക്കണമെങ്കിൽ വാങ്ങിക്കാം. അധികം വിലയില്ലേ, അവരുടെ ആമസോണിനാണ് എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുക്കാം. സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം നമ്മുടെ ഒരു ബഡ്ജറ്റിൽ സാധനം കിട്ടുകയും. അടുത്തത് ടോപ്പ് ഞാൻ വാങ്ങിച്ചു കേട്ടോ. ഒരു പേസ്റ്റൽ കളർ എന്നാണ്, എന്താ അതിൻ്റെ പറയേണ്ടതെന്ന് അറിയില്ല. ഇതേപോലെ ഒരു ഫ്ലോറൽ വർക്കൊക്കെ ആയിട്ട് ഫുൾ സ്ലീവ് പോലെ വരുന്നത്. ഇതിൻ്റെ സ്ലീവ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട്, ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റിയത്. ഞാൻ വാങ്ങിയിട്ട് ആക്ച്വലി കാണിച്ചിട്ടില്ല. പക്ഷെ ഞാനിത് ഇട്ട് ഒരു വിധം ഇതുപോലെ അതാണ് അയൺ ചെയ്യാത്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നല്ലതാട്ടോ. ഞാൻ ഒരു 6-7 പ്രാവശ്യം ഇട്ടിട്ട് ഞാൻ ഇതാക്കി. പക്ഷെ ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ഞാൻ ഈ സാധനം ഡെയിലി വെയറിന് പറ്റിയതാണ്. നല്ല കോട്ടനാണ്, ഷ്രിങ്ക് ആവുന്നില്ല. ഇപ്പോൾ കുറേ പ്രാവശ്യം ഇടുന്നു, ഷ്രിങ്ക് ആവുന്നില്ല. ഇതിന് ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ. പിന്നെ ഞാനൊരു സാധനം കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം ഏതൊരു ഡ്രസ്സിനും എല്ലാവരും ഇടുന്നതാണ് വൈറ്റ് സ്റ്റോൺസ് പ്ലസ് എമറാൾഡ്, ഒരു ഗ്രീൻ സ്റ്റോൺ, വൈറ്റ് ആൻഡ് ഗ്രീൻ സ്റ്റോൺ. അപ്പോൾ അത് ഞാനിങ്ങനെ നോക്കി നടന്നപ്പോൾ
അത്യാവശ്യമൊക്കെ നമുക്ക് ഇടാൻ പറ്റും, നല്ല ഭംഗിയുണ്ട് ചെറിയ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ. പക്ഷെ നല്ല വില കൂടിയ ക്വാളിറ്റിയുടെ അത്ര ഒന്നുമില്ല, എന്നാലും വില കുറവുമാണ്, അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ ഇടുകയും ചെയ്യാം. ഒരു വൈറ്റ് കുന്തൻ സ്റ്റോൺസ് ആൻഡ് ഗ്രീൻ സ്റ്റോൺസ്. ഇത്രയാണ് നമ്മൾ ടോട്ടൽ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത്. ലിങ്ക് എല്ലാം ആമസോണിനാണ്, എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഈ ഒരാഴ്ച കുറച്ച് സംഭവബഹുലമായ കാര്യങ്ങളൊക്കെ, കുറച്ച് സംഭവബഹുലം എന്നല്ല കേട്ടോ, 1-2 കുട്ടി കാര്യങ്ങളൊക്കെ നമ്മൾ നടന്ന് പുറത്ത് പോയപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം. അതല്ലാതെ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊരു എന്താ പറയുക, ഒരു പ്രോപ്പർ കുറേ ദിവസമായി സത്യം പറഞ്ഞാൽ ഞാൻ വ്ളോഗ് എടുക്കണം വിചാരിച്ചിട്ട്. അപ്പോൾ ഒരു പ്രോപ്പർ ആ ഒരു ട്രാക്കിലേക്ക് വന്നിട്ട് ഒരു ഫുൾ ഡേ ആയിട്ട് എടുക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇനിയും 1-2 ചെറിയൊരു സംഭവങ്ങളും കൂടെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഒന്ന് ഫ്രീ ആവുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫുഡും കാര്യങ്ങളൊക്കെ ഇന്നലത്തെ ഉച്ചക്കലത്തെ ബാക്കിയുള്ളതെല്ലാം കൂടെ ഇന്ന് തട്ടിപ്പും തരികിടയായിട്ട് ഒരു ഫുഡാണ്. കാരണം ഇപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഡെയിലി ഉണ്ടാക്കുന്നത്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കേടുവരും. അപ്പോൾ അത് ഇങ്ങനെ ഉപയോഗിച്ച് അതിൻ്റെയൊക്കെ ബാക്കിയുള്ളതൊക്കെ നെക്സ്റ്റ് ഡേ ഒക്കെ വെച്ച് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യലാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അപ്പോൾ ഇത് വേറെ ദിവസം ഷൂട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരൊക്കെ ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെയിം ഡേ നമുക്ക് സമാജത്തിലൊരു പ്രോഗ്രാമുണ്ട്. ഈ ഒരു പ്രോഗ്രാമാണ് എനിക്ക് മിസ് ചെയ്തത്. അതിരുടെ മോള് പ്രോഗ്രാമിനുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാ പ്രാവശ്യം കഴിഞ്ഞ വർഷമൊക്കെ ധാവണി കൊടുത്തിട്ട് നിങ്ങൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരു വർഷം നമ്മളത് കളിക്കാതിരുന്നിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോകുന്നതിൻ്റെ കാരണം, ആതിരയ്ക്ക് PhD വർക്കുമായിട്ട് നാട്ടിൽ പോകേണ്ട കാരണമൊക്കെ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റാത്ത കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടി, ആതിര പിന്നെ സ്കൂട്ടിയായിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ അവൾ സ്കൂട്ടിയിൽ വരാം, ഞാനും ഗ്രീഷ്മയും മക്കളും എല്ലാവരും കൂടി കാറിൽ പോവാം. രമേശേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഇവിടെ എത്തി. പ്രോഗ്രാം എന്താ പറയുക, സ്റ്റാർട്ട് ചെയ്യാറായി. ഒരു ഇതോടുകൂടി ഗാനത്തോടു കൂടി, പിന്നെ ആസ് യൂഷ്വൽ തിരുവാതിരക്കളിയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഫുൾ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റ്സിൻ്റെ പ്രോഗ്രാംസ് ആയിരുന്നു മെയിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൻ്റെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സിങ്ങും കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതിൽ നമ്മൾ രാജസ്ഥാനായിരുന്നു ആദ്യം, വലിയ കാര്യത്തിലൊക്കെ നമ്മൾ പറയലൊക്കെ ഉണ്ടായിരുന്നു. രാജസ്ഥാൻ്റെ പ്രിപ്പയറിങ് ഒക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് ബംഗാളിയായി. എല്ലാത്തിനും 1-2 ക്ലാസ് പോയി. അത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റില്ല. ഇതൊരു സ്പെഷ്യൽ ഡാൻസാണ്. ഇത് മഹാരാഷ്ട്രയിൽ ലാവ്നി ഡാൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഭയങ്കര രസമാണ് കേട്ടോ. ഈ അപ്സരാലി എന്നുള്ള പാട്ടും ചന്ദ്ര എന്നുള്ള പാട്ടൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഇപ്പോൾ. അതൊക്കെ തന്നെ. അത് കഴിഞ്ഞ് രാജസ്ഥാൻ ഡാൻസ്, നല്ല എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ കോസ്റ്റ്യൂംസ് ആണെങ്കിൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇവിടെ നല്ല കോസ്റ്റ്യൂമുകൾ കിട്ടി. ഞാൻ എപ്പോഴും പറയാറില്ലേ, കുട്ടികളാണെങ്കിൽ അസാധ്യം. ഇത് രാജസ്ഥാനാണ് കേട്ടോ. ഇത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, പക്ഷെ കളിക്കാൻ പറ്റിയില്ല. ഇത് ഗോവൻ ഡാൻസ്. അങ്ങനെ ഓരോ സ്റ്റേറ്റ് വൈസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ ആന്ധ്ര കുച്ചിപ്പുടി, ഇത് മാമാണ്. ഈ മാമാണ് ഇവരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലക്ഷ്മി മാം സൂപ്പറായിട്ട് കളിക്കും. എന്താ പറയുക, എനിക്കത് ഫുള്ള് കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കോപ്പിറൈറ്റ് ഇഷ്യൂ പ്രശ്നങ്ങളൊക്കെ കാരണം ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റിയില്ല. എന്താ പറയുക, കണ്ടിരുന്ന് നമ്മൾ കണ്ണെടുക്കാതെ കാണുക എന്ന് പറയില്ല, അത്ര രസമായിരുന്നു എല്ലാവരും പെർഫോമൻസ് കേട്ടോ. ഇത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ, പഞ്ചാബി ഡാൻസ് എന്ത് രസമായിരുന്നു അറിയാം. ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോഴും ഇങ്ങനെ കൊതിയായിരുന്നു. ഇത് ഏതാ സ്റ്റേറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഡാൻസ് കണ്ടിട്ട്? ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. പാട്ടും മനസ്സിലാവും, ഏതാണ് സ്റ്റേറ്റ് എന്ന് മനസ്സിലാവും. അപ്പം മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ. അങ്ങനെ ഓരോരോ സ്റ്റേറ്റ് വൈസ് ആയിരുന്നു പറയില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ് ഏതാണെന്ന്, ഈ കോസ്റ്റ്യൂമും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ അസാധ്യമായ പെർഫോമൻസുകൾ ഓരോന്ന് കാണുമ്പോഴും ഞാനും ഗ്രീഷ്മയും മുഖത്തോട് മുഖം നോക്കി മിസ്സാക്കിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊരു കഥക് ടൈപ്പ് ഡാൻസ് ആയിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂമും എനർജറ്റിക് പെർഫോമൻസ്. അങ്ങനെ എന്താ പറയുക, ഇപ്രാവശ്യം എല്ലാം ഈ ഒരു യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്നുള്ള ആ ഒരു തീം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ വർഷത്തെയും പോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു തീമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ കണ്ട് കുറേ നേരം ആസ്വദിച്ചിരുന്ന് ഒട്ടും ബോറടിക്കാത്ത ഒരു പെർഫോമൻസ് ഞങ്ങളുടെ ഉണ്ടായില്ല എന്നുള്ളൊരു വിഷമം ഞങ്ങൾക്ക് അതിഭീകരമായിട്ടായിരുന്നു. മിത്തുക്കുട്ടിയും സാധാരണ എല്ലാ കൊല്ലം പാട്ടും അതൊക്കെ ഉണ്ടാവും, അതൊന്നും ഇപ്രാവശ്യം ഉണ്ടായില്ല. അങ്ങനെ ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മോഹിനിയാട്ടത്തിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യൽ പെർഫോമൻസ് ആയിട്ട് കഥകളി ഉണ്ടായിരുന്നു കേട്ടോ. താരാവർമ്മയുടെ പൂതനാമോക്ഷമായിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. പൂതനാമോക്ഷം നമ്മൾ ഓൾറെഡി 2-3 പ്രാവശ്യമൊക്കെ കണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ പൂതനാമോക്ഷം കാണാൻ. കഥകളി അത്ര അറിയില്ലെങ്കിൽ പോലും പൂതനാമോക്ഷം നല്ല രസം. അത് കഴിഞ്ഞിട്ട് നല്ല കിടിലൻ ഒരു ഫുഡ്. എല്ലാ വർഷവും സദ്യയാണ്, ഇപ്രാവശ്യം ഒരു അടിപൊളി ബുഫേ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റായി. 10-11 മണി ഞാനും മിത്തുക്കുട്ടി മാത്രം, ബാക്കി എല്ലാവരും ഓരോരോ വഴിക്ക് പോയി. ലേഡീസിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിന് കാറായിക്കോട്ടെ, സ്കൂട്ടി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഏത് പാതിരാത്രിയും ആരും ആശ്രയിക്കാതെ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാനും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇതിലും ബെസ്റ്റ് വേറെ ഇല്ല കേട്ടോ. അപ്പം മുംബൈയിൽ എത്തിയ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഇനി ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ കാത്തിരുന്ന് കാണാം. ബൈ.